ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽസ് ഓഫ് മാനേജേഴ്സിലെ 7th പോയിൻ്റായ അനലിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽ. അനലിറ്റിക്കൽ ഡിസിഷൻ മേക്കേഴ്സ് സ്ക്രൂട്ടനൈസ് മച്ച് ഇൻഫർമേഷൻ ബിഫോർ ടേക്കിംഗ് ആക്ഷൻ. ഈ ഒരു സ്റ്റൈലിൽ ഡിസിഷൻ മേക്കേഴ്സ് കിട്ടുന്ന ഇൻഫർമേഷനെ നല്ല രീതിയിൽ പഠിച്ച് അതിൻ്റെ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുള്ളൂ. Analytical leaders may depend on direct observation, data and fact to support their decision. Different from directive decision makers, analytical decision maker will seek information and advice from others to confirm or deny their own knowledge. അവരുടെ അറിവുണ്ടെങ്കിലും അവർ മറ്റുള്ളവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് മാത്രം ഒരു നല്ല ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നു. This style is well-rounded approach to decision making. At the same time, it is time consuming. Analytical decisions are helpful in situations where there may be more than one right answer. ഇത് ടൈം കൺസ്യൂമിങ്ങും ആണ്. കാരണം ഒരുപാട് വിദഗ്ധ ഉപദേശങ്ങൾ തേടുന്നതോടൊപ്പം അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഉപദേശങ്ങൾ തേടുന്നതോടൊപ്പം അത് അത്രയും സമയം എടുക്കുകയും ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. It is detail oriented. So analytical decision makers notice things which other might not be seen. ഡീറ്റെയിൽ ആയിട്ട് അതിനെ വിലയിരുത്തുന്നതോടുകൂടി പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷനിൽ കാണാതെ പോകുന്ന പലതും ഇതിൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു. ദ ഹൈ വോളിയം ഓഫ് ഇൻഫർമേഷൻ ഇൻവോൾവ് മേക്ക് പ്രഡിക്ഷൻസ് മോർ ആക്യുറേറ്റ്. ദ ഡിസിഷൻ മേക്കേഴ്സ് ഗോൺ ഇൻ വിത്ത് ഫ്യൂ ബയസ് ആൻഡ് പ്രീ കൺസെപ്ഷൻസ്. ഇറ്റ് കൺസിഡർ അൺകൺവെൻഷണൽ ഓപ്ഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് കൺസ്യൂം ടൈം ആൻഡ് എനർജി. ധാരാളം സമയവും അതുപോലെ എനർജിയും അത്യാവശ്യമാണ്. മാനേജിങ് സോ മച്ച് ഇൻഫർമേഷൻ ക്യാൻ ബി സ്ട്രെസ്ഫുൾ ഫോർ ദ ഡിസിഷൻ മേക്കിംഗ്. ധാരാളം ഇൻഫർമേഷൻ മാനേജ് ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇറ്റ് റിലൈസ് ഓൺ ഡെസിഷൻസ് ഓഫ് റെലവൻറ്റ് ഡാറ്റ കളക്ട് ഇൻ ദ സിമിലർ സിറ്റുവേഷൻ. ഇറ്റ്സ് എ റിസ്ക് averse approach. Next one, conceptual decision making style. Conceptual decision making is applied to problems that involve many competing ideas. This style of decision is best suited to a situation characterized by unpredictability and suited to creative and innovative approaches. അതായത് പല പല ആശയങ്ങൾ വരുമ്പോൾ അത് തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ അല്ലെങ്കിൽ അതിലൊരു അനിശ്ചിതത്വമുള്ള സമയത്ത് ദീർഘകാല പദ്ധതികൾക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ഒന്നാണ് ഈ ടൈപ്പ് ഡിസിഷൻസ്. അത് പല രീതിയിലുള്ള വ്യൂസ് അവർ പരിഗണിക്കുകയും അതിൽ കുറച്ചും കൂടി ഫ്യൂച്ചറായിട്ട് അവർക്ക് ചിന്തിച്ച് എടുക്കാൻ സാധിക്കുന്നു. മാനേജേഴ്സ് നീഡ് ടു ഇൻക്രീസ് ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. Create group of people can contribute innovative idea and help with the development and diversity of complex decision. Patience is the key. Managers need to give themselves time for reflection. ഇതിന് ധാരാളം സമയം എടുക്കും. അതുപോലെ നല്ല ക്ഷമയും അത്യാവശ്യമാണ്. അത് പുതിയ പുതിയ ഇന്നോവേഷൻസ് നടത്താനും ഭാവിയിൽ എന്തൊക്കെയോ വരാൻ സാധ്യതയുള്ള ബെനിഫിറ്റ്സിനെ മുൻകൂട്ടി ഒരു ഡിസിഷൻ എടുക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ടാക്കിൾ പ്രോബ്ലംസ് അറ്റ് ദെയർ റൂട്ട് അവോയ്ഡിങ് ഷോർട്ട് ടേം ഫിക്സസ്. അതായത് അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ, അതായത് ആ പ്രോബ്ലംസിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ അതിനെ പരിഹരിക്കാൻ സാധിക്കുന്നു. ഇറ്റ് എൻകറേജസ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിൽ സഹായിക്കുന്നു. ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇൻപുട്ട് ക്യാൻ ലീഡ് ടു അൺഎക്സ്പെക്റ്റബിളി ഇന്നോവേറ്റീവ് സൊല്യൂഷൻ. ഇറ്റ് അലോ ഫോർ കാൽക്കുലേറ്റഡ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് ടൈം കൺസ്യൂമിങ്. ധാരാളം സമയം എടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ലേറ്റ് തിയറി ടു പ്രാക്ടീസ്. നമ്മൾ തിയറിയിലെല്ലാം പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ക്യാൻ ബി ഹാർഡ് ടു ഇവാലുവേറ്റ് ദ റിസൾട്ട് ആസ് ദർ ആർ സോ മെനി മൂവിങ് പാർട്സ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് വേരിയസ് ലെവൽ. ഒരു റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ബിഹേവിയറൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽ. ബിഹേവിയറൽ ഡിസിഷൻ മേക്കേഴ്സ് ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് എവരിവൺസ് വർക്ക് വെൽ ടുഗദർ. അത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാവണമെന്ന് അവർ ഉറപ്പുവരുത്തുന്നു. ഇറ്റ് ഫോക്കസ് ഓൺ ദ റിലേഷൻഷിപ്പ് മോർ ദാൻ ദ ടാസ്ക്. അവരുടെ ആ ബന്ധങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു ആ ടാസ്കിലുപരിയായിട്ട്. ഇറ്റ് ഇവാലുവേറ്റ് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ് ആസ് പാർട്ട് ഓഫ് ദെയർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് ഓരോ ഡിസിഷൻ എടുക്കുന്ന ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഫീലിങ്സിനും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. The style of decision making consider many different outlook and opinion of the process.
ആൻഡ് ഇതിൻ്റെ പ്രധാന എയിം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം ഉറപ്പാക്കുക. പിന്നെ കൂടുതൽ അവർക്ക് ജോലിയേക്കാൾ ഉപരി അവരുടെ റിലേഷനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവരൊരു ഗ്രൂപ്പായിട്ടുള്ള ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളും പ്രോപ്പറായിട്ട് വിലയിരുത്താൻ അവർക്ക് സാധിക്കുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് ഇറ്റ് ഇൻകോപ്പറേറ്റ് ഡൈവേഴ്സ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പീരിയൻസ്. അത് വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇതിലേക്ക് പരിഗണിക്കുന്നു. ദ ഡിസിഷൻ മേക്കേഴ്സ് റിമെയിൻ ഹംബിൾ ആൻഡ് ഓപ്പൺ ടു പെർസുവേഷൻ. അതായത് എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ടും വളരെയധികം എളിമയോട് കൂടിയിട്ടും പറയാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാവുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. പീപ്പിൾ ഫീൽ ലിസൺ ടു ഡു ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. There is a collective ownership of the decision and more buy-in from stakeholders. Behavioral decision makers prioritize building and maintaining strong relationship among the team members. Disadvantages for one of the notable downside of the behavioral decision making is that it can be time consuming. ധാരാളം സമയം എടുക്കുന്നു. The desire of the harmony and agreement within the group can sometimes lead to groupthink, where dissenting opinion and suppressed or not considered. With many people individual in the process, it may be unclear who is ultimately responsible for the decision outcome, which can be lead to confusion or accountability issue. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും, കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. In some cases, the emphasis on the maintaining relationship and seeking consensus can lead to decisions being influenced more by personal feeling and relationship rather than the objective criteria. This may affect the result. കൂടുതൽ പേഴ്സണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ഇതും കൂടി കുറയുന്നു. Behavioral decision making may not be well suited for high pressure or crisis situation that demand swift and decisive action.